എല്ലാവർക്കും മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നോക്കിയിരുന്ന ടോപ്പിക്സ് ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അലോയ് സ്റ്റീൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കാസ്റ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ടൈപ്സ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് അഥവാ ക്ലാസിഫിക്കേഷൻസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ നമ്മൾ കാസ്റ്റ് ആൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ഒരു പക്ഷേ. ഇറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ 2% കാർബൺ അല്ലേ. ഇപ്പോൾ കാർബൺ പെർസെൻറ്റേജ് 2% കൂടുതലായിരിക്കും. അതുപോലെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാസ്റ്റ് ആൻഡ് രണ്ട് പ്രോപ്പർട്ടീസാണ്. വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിലായിരിക്കും. ഓക്കെ, ഹാർഡ്നെസ് വളരെ കൂടുതലാണ് കാസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബ്രിട്ടിലിറ്റിയും കൂടുതലാണ്. പെട്ടെന്ന് ബ്രേക്കായി പോലെ പൊട്ടിപ്പോകാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അതുപോലെ സ്ട്രോങ് അണ്ടർ കംപ്രഷൻ, അതായത് കംപ്രഷൻ അല്ലെങ്കിൽ വലിയൊരു ലോഡിനൊക്കെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കാസ്റ്റ് അയണിന് കൂടുതലായിരിക്കും. അതായത് കംപ്രഷൻ ലോഡ്, ഓക്കെ, ടെൻസൈൽ ലോഡ് ആയിരിക്കില്ല, കംപ്രസീവ് ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും കാസ്റ്റ് അയൺ. സാധാരണ നമ്മൾ കാസ്റ്റിങ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കാസ്റ്റ് അയൺസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ IC എൻജിൻസിൻ്റെ എൻജിൻ ബ്ലോക്ക്, അതുപോലെ വേരിയസ് ടൈപ്സ് ഓഫ് മെഷീൻ പാർട്സ്, പിന്നെ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന വൈസുകളുണ്ടല്ലേ, ബെഞ്ച് വൈസൊക്കെ ഉണ്ട്. വൈസിൻ്റെ ഒക്കെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക കാസ്റ്റ് ചെയ്യാൻ കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ 2% ഓഫ് കാർബൺ, വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ, സ്ട്രോങ് അണ്ടർ കംപ്രഷൻ, സ്യൂട്ടബിൾ ഫോർ കാസ്റ്റിങ്സ്, അതുപോലെ യൂസ്ഡ് ഇൻ എൻജിൻ ബ്ലോക്ക്, മെഷീൻ പാർട്സ്, വൈസസ് എക്സെട്ര. ഞാൻ മുന്നേ ക്ലാസ്സിലൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഒരു വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിലൊക്കെ നമുക്ക് ഇനി നമ്മുടെ മനസ്സിലത് ഡിഫോൾട്ടായി സെറ്റായി നിൽക്കണം. ഓക്കെ, അതായത് കാസ്റ്റ് എന്ന് പറയാൻ ബ്രിട്ടിലായിട്ടുള്ളൊരു മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുപോലെ കംപ്രസീവ് ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും, അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് പോയിൻ്റ് നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ 2% കാർബൺ. ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടത് ഒരു ഡിഫോൾട്ടായിട്ട് നമ്മൾ സെറ്റാക്കി വെക്കുക. കാരണം നമുക്കിനി ഭാവിയിലൊക്കെ PSC എക്സാംസിലൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ കാസ്റ്റ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഹാർഡാണോ ബ്രിട്ടിലാണോ എന്നൊക്കെ പറയാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ ടൈപ്സ് ഓഫ് കാസ്റ്റ് അയൺസ് ആണ്. ഒരു 5 ടൈപ്പ് പറയുന്നുണ്ട്. ഗ്രേ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ, മാലിയബിൾ കാസ്റ്റ് അയൺ, നോഡുലർ കാസ്റ്റ് അയൺ ആൻഡ് ഫൈനലി കോമ്പാക്റ്റഡ് കാസ്റ്റ് അയൺ. 5 ടൈപ്പ് കാസ്റ്റ് അയൺസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എക്സാമിന് 7 മാർക്കിനായിട്ടും 3 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ ഗ്രേ കാസ്റ്റ് അയൺ ആണ്. അപ്പോൾ ഗ്രേ കാസ്റ്റ് അയണിൽ ഏകദേശം ഒരു കാർബണിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2.5 തൊട്ട് 4% ആണ്. ഓക്കെ, ഗ്രേ കാസ്റ്റ് അയണിൽ കാർബൺ പെർസെൻറ്റേജ് 2.5 to 4 ആണ്. അതുപോലെ ഗ്രാഫൈറ്റിൻ്റെ ഫ്ലേക്സ് ആയിരിക്കും കൂടുതലായിട്ട് അതിൽ കാണുന്നുണ്ടായിരിക്കും, പ്രസൻസ് ഓഫ് ഗ്രാഫൈറ്റ് ഫ്ലേക്സ്. അപ്പോൾ ശരിക്കും ഗ്രാഫൈറ്റ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഒരു കാസ്റ്റ് അയണിന് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ വൈബ്രേഷൻ ഡാമ്പിങ്ങിനൊക്കെയാണ് ആ ഒരു ഗ്രാഫൈറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേ കാസ്റ്റ് അയൺ കണ്ടെയ്ൻസ് ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആൻഡ് ഇറ്റ് ഗിവ്സ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ആൻഡ് വൈബ്രേഷൻ ഡാമ്പിങ് കപ്പാസിറ്റി. ഓക്കെ, അതുപോലെ ഗ്രേ കാസ്റ്റ് അയൺ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ് ഹൈ സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ഗ്രേ കാസ്റ്റ് അയൺ യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാണെന്ന് നോക്കുക. സിലിണ്ടർ ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ, ഫ്ലൈ വീൽ, IC എഞ്ചിനിലും അല്ലെങ്കിൽ എഞ്ചിൻസിലൊക്കെയുള്ള ഫ്ലൈ വീൽസ് ഉണ്ടാക്കാൻ, പൈപ്പ്സ്, ഓക്കെ, ആ പൈപ്പ്സ് ഉണ്ടാക്കാനും, അതുപോലെ മെഷീൻസ് ഹാവിങ് വൈബ്രേഷൻസ്. അപ്പോൾ വൈബ്രേഷൻ ഡാമ്പിങ് കപ്പാസിറ്റി നമ്മൾ ഓൾറെഡി ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കൊടുക്കുന്നത് ഗ്രാഫൈറ്റ് കാരണമാണ് ആ ഒരു വൈബ്രേഷൻ ഡാമ്പിങ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടാകുന്നത്. സോ മെഷീൻ ഹാവിങ് വൈബ്രേഷൻസ് പറഞ്ഞാൽ, അതായത് മെഷീൻസിന് കൂടുതലും വൈബ്രേഷൻസൊക്കെ ഡിലേ ആയുള്ള മെഷീൻസിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഗ്രേ കാസ്റ്റ് അയൺ ആയിരിക്കും അവിടുത്തെ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗ്രേ കാസ്റ്റ് അയണിൽ കുറച്ച് പോയിൻറ്റ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ 2-3 പോയിൻ്റൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കാം. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഗ്രാഫൈറ്റ് ഫ്ലേക്സ്, ഗ്രാഫൈറ്റ് ഗിവ്സ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ആൻഡ് വൈബ്രേഷൻ ഡാമ്പിങ് കപ്പാസിറ്റിയിൽ ഹൈ സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റിയാണ് പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ വൈറ്റ് കാസ്റ്റ് അയൺ. ഓക്കെ, വൈറ്റ് കാസ്റ്റ് അയൺ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്രേ കാസ്റ്റ് അയൺ പറഞ്ഞപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ് ഇതിൽ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ഉണ്ട് എന്നാണ്. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ നോ ഗ്രാഫൈറ്റ്, ഇവിടെ എന്തില്ല, വൈറ്റ് കാസ്റ്റ് അയൺസിൽ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കാം, ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രേ എന്ന് പറയുമ്പോൾ G വെച്ചുള്ളൊരു ടേമാണ്.
അല്ലെങ്കിൽ ഗ്രേ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഗ്രേ കാണുമ്പോൾ അവിടെ ഗ്രാഫൈറ്റ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഇവിടെ വൈറ്റ് ആകുമ്പോൾ എന്തായിരിക്കും? ടു ഹാവ് നോ ഗ്രാഫൈറ്റ്. അപ്പോൾ അവിടെ കാർബൺ ഉണ്ടായിരിക്കുക. കാർബൈഡ്സ് എന്ന് പറയുന്ന ഒരു ഫോമിലായിരിക്കും കാർബൺ ഉണ്ടായിരിക്കുക. ഓക്കെ, ഗ്രേ കാസ്റ്റ് അയൺ ആകുമ്പോൾ അവിടെ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആണെങ്കിൽ വൈറ്റ് കാസ്റ്റ് അയണിൽ കാർബൈഡ്സ് ആയിരിക്കും. കാർബൺ ഇൻ ദ ഫോം ഓഫ് കാർബൈഡ്സ് ആയിരിക്കും, അതായത് നോൺ ഗ്രാഫൈറ്റ് ആണ്. ഫോംഡ് ബൈ റാപ്പിഡ് കൂളിംഗ് ഓഫ് മോൾട്ടൺ അയൺ. അപ്പോൾ എങ്ങനെയാണ് ഈ വൈറ്റ് കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ചാൽ, റാപ്പിഡ് കൂളിംഗ് ഓഫ് മോൾട്ടൺ അയൺ റാപ്പിഡായിട്ട് കൂൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ വൈറ്റ് കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഫോംഡ് ബൈ റാപ്പിഡ് കൂളിംഗ് ഓഫ് മോൾട്ടൺ അയൺ. പിന്നെ വെരി ഹാർഡ്, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വെയർ ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻറ്റ്, ഓൾമോസ്റ്റ് നോൺ മെഷീനബിൾ. ഇപ്പോൾ വൈറ്റ് കാസ്റ്റ് അയൺ എന്ന് പറയുന്ന ഒരു നോൺ മെഷീനബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേജാണ്. അപ്പോൾ വെരി ഹാർഡാണ്, വെയർ ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻസ് ഉണ്ട്, ഓൾമോസ്റ്റ് നോൺ മെഷീനബിളാണ്. അപ്പോൾ നമ്മളോട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് വരുന്നത് റോളേഴ്സ് ഉണ്ടാക്കാനും, പിന്നെ നമ്മുടെ വണ്ടിയുടെയൊക്കെ ബ്രേക്കിൽ യൂസ് ചെയ്യുന്ന ബ്രേക്ക് ഷൂസ് ഉണ്ട്, അല്ലെങ്കിൽ മെക്കാനിക്കൽ ബ്രേക്ക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ബ്രേക്ക് ഷൂസ് ഉണ്ട്. ബ്രേക്ക് ഷൂ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു വൈറ്റ് കാസ്റ്റ് അയൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എളുപ്പമുള്ളൊരു മൂന്ന് പോയിൻറ്റ്സും എളുപ്പമാണ്, പെട്ടെന്ന് ഓർത്ത് വെക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് വൈറ്റ് കാസ്റ്റ് അയൺ ആകുമ്പോൾ നോ ഗ്രാഫൈറ്റ്, കാർബൺ ഇൻ ദ ഫോം ഓഫ് കാർബൈഡ്സ്. എങ്ങനെ ഫോം ചെയ്യുന്നത്? ഫോംഡ് ബൈ റാപ്പിഡ് കൂളിംഗ് ഓഫ് മോൾട്ടൺ അയൺ റാപ്പിഡ് കൂളിംഗ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. വെരി ഹാർഡ്, വെയർ ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്, ഓൾമോസ്റ്റ് നോൺ മെഷീനബിളാണ്. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് റോളേഴ്സും ബ്രേക്ക് ഷൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. തേർഡ് വൺ മാലിയബിൾ കാസ്റ്റ് അയൺ. ഓക്കെ, തേർഡ് വൺ മാലിയബിൾ കാസ്റ്റ് അയൺ ആണ്. നോക്കാം. ഒബ്റ്റൈൻഡ് ഫ്രം വൈറ്റ് കാസ്റ്റ് അയൺ ബൈ ഹീറ്റിംഗ് ഇറ്റ്. അപ്പോൾ എങ്ങനെയാണ് മാലിയബിൾ കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്? വൈറ്റ് കാസ്റ്റ് അയൺ ഹീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? മാലിയബിൾ കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. ഹീറ്റിംഗ് ഡീകമ്പോസസ് കാർബൈഡ്സ് ആൻഡ് ഗ്രാഫൈറ്റ് ഫോംസ് ക്ലസ്റ്റേഴ്സ്. ഹീറ്റിംഗ് ഡീകമ്പോസസ് കാർബൈഡ്സ് ആൻഡ് ഗ്രാഫൈറ്റ് ഫോംസ് ക്ലസ്റ്റേഴ്സ്. എന്ത് ചെയ്യും? ഹീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കാർബൈഡ്സിനെ ഡീകമ്പോസ് ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഗ്രാഫൈറ്റ് ക്ലസ്റ്റേഴ്സിനെ ഫോം ചെയ്യുകയും ചെയ്യും. അതുപോലെ മാലിയബിൾ കാസ്റ്റ് അയൺ, നമുക്ക് ആ പേര് എന്താ ഓർത്തൊക്കെ എന്തായിരിക്കും? അത് മാലിയബിലിറ്റി ഉള്ള ഒരു ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആയിരിക്കും. ഓക്കെ, മാലിയബിലിറ്റി തമ്മിൽ എന്തായാലും കുറച്ച് കൂടുതലായിരിക്കും, മാലിയബിൾ ആയിരിക്കും. പിന്നെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത് പൈപ്പ് ഫിറ്റിങ്സ് ഉണ്ടാക്കാനും വാൾവിൻ്റെ പാർട്സുകൾ ഉണ്ടാക്കാനും. പിന്നെ നമ്മുടെ പൈപ്പ് ജോയിൻസിലൊക്കെ വരുന്നതാണ്, അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെ ജോയിൻറ്റിലൊക്കെ വരുന്നതാണ് ഫ്ലാഞ്ചസ്. നമ്മൾ ഫ്ലാഞ്ച് കപ്ലിംഗ് ഒക്കെ മെഷീൻ ഡ്രോയിങ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫ്ലാഞ്ചസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് മാലിയബിൾ കാസ്റ്റ് അയൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 3 പോയിൻറ്റ്സ് ഉണ്ട്, എളുപ്പത്തിലുള്ള 3 പോയിൻറ്റ്സ് ആണ്. മാലിയബിൾ കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ ഒബ്റ്റൈൻഡ് ഫ്രം വൈറ്റ് കാസ്റ്റ് അയൺ ബൈ ഹീറ്റിംഗ് ഇറ്റ്. വൈറ്റ് കാസ്റ്റ് അയൺ ഹീറ്റ് ചെയ്തുകൊണ്ടാണ് മാലിയബിൾ കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. ഹീറ്റിംഗ് ഡീകമ്പോസസ് കാർബൈഡ്സ് ആൻഡ് ഗ്രാഫൈറ്റ് ഫോം ക്ലസ്റ്റേഴ്സ്. പിന്നെ മാലിയബിൾ ആയിരിക്കും. യൂസ് പൈപ്പ് ഫിറ്റിങ്സ്, വാൾവ് പാർട്സ് ആൻഡ് ഫ്ലാഞ്ചസ് എക്സെട്ര. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 പറഞ്ഞു. ഗ്രേ കാസ്റ്റ് അയൺ ആയി, വൈറ്റ് കാസ്റ്റ് അയൺ ആയി, മാലിയബിൾ കാസ്റ്റ് അയൺ ആയി. ഇനി 4മത്തെയാണ് ഡക്റ്റൈൽ അഥവാ നോഡുലാർ കാസ്റ്റ് അയൺ. ഡക്റ്റൈൽ അല്ലെങ്കിൽ നോഡുലാർ കാസ്റ്റ് അയൺ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് നോക്കാം. ഒബ്റ്റൈൻഡ് ഫ്രം ഗ്രേ കാസ്റ്റ് അയൺ ബൈ ആഡിങ് സ്മോൾ എമൗണ്ട് ഓഫ് മാഗ്നീഷ്യം. അല്ലേ, അപ്പോൾ എങ്ങനെയാണ് ഡക്റ്റൈൽ അല്ലെങ്കിൽ നോഡുലാർ കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്? ഒബ്റ്റൈൻഡ് ഫ്രം ഗ്രേ കാസ്റ്റ് അയൺ. എന്ത് ചെയ്യുന്നു? ഗ്രേ കാസ്റ്റ് അയൺ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു നോഡുലാർ കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബൈ ആഡിങ് സ്മോൾ എമൗണ്ട് ഓഫ് മാഗ്നീഷ്യം. ഓക്കെ, സ്മോൾ എമൗണ്ട് ഓഫ് മാഗ്നീഷ്യം. ഓക്കെ, ബൈ ആഡിങ് സ്മോൾ എമൗണ്ട് ഓഫ് മാഗ്നീഷ്യം ആഡ് ചെയ്തുകൊണ്ടാണ് ഡക്റ്റൈൽ അഥവാ നോഡുലാർ കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു കാസ്റ്റ് അയൺ ഗുഡ് സ്ട്രെങ്ത്ത്, വെയർ റെസിസ്റ്റൻസ് ആയിരിക്കും, മെഷീനബിലിറ്റി ഉണ്ടായിരിക്കും. യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ്, അതായത് സിലിണ്ടേഴ്സ് നമ്മൾ കോമൺ ആയിട്ട് ഹൈഡ്രോളിക് സിസ്റ്റമൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഡക്റ്റൈൽ അഥവാ നോഡുലാർ കാസ്റ്റ് അയൺ ആണ്. ഇതിലും ഇപ്പോൾ ഒരു 2 പോയിൻറ്റ്സ് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. നിങ്ങൾ ഡക്റ്റൈൽ അഥവാ നോഡുലാർ കാസ്റ്റ് അയൺ കേൾക്കുമ്പോൾ എന്താണ് അത്? ഗ്രേ കാസ്റ്റ് അയൺ ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ്? ബൈ ആഡിങ് സ്മോൾ എമൗണ്ട് ഓഫ് മാഗ്നീഷ്യം. പിന്നെ ഗുഡ് സ്ട്രെങ്ത്ത്, വെയർ റെസിസ്റ്റൻസ് ആയിരിക്കും, മെഷീനബിലിറ്റി ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ വരുന്നത് ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് ഉണ്ടാക്കാനാണ്. ഇപ്പോൾ നമ്മൾ 4 പറഞ്ഞു. ഗ്രേ കാസ്റ്റ് അയൺ ആയി, വൈറ്റ് കാസ്റ്റ് അയൺ ആയി, മാലിയബിൾ കാസ്റ്റ് അയൺ ആയി, ഡക്റ്റൈൽ അഥവാ നോഡുലാർ കാസ്റ്റ് അയൺ ആയി. 5മത്തെയാണ് നമ്മുടെ കോമ്പാക്റ്റഡ് കാസ്റ്റ് അയൺ. ഓക്കെ, കോമ്പാക്റ്റഡ് കാസ്റ്റ് അയൺ ആണ്.
പ്രൊഡക്റ്റ് ഇൻ ബിറ്റ്വീൻ ഗ്രേ ആൻഡ് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. അപ്പോൾ ശരിക്കും ഗ്രേ കാസ്റ്റ് അയണിൻ്റെയും ഡക്റ്റൈൽ കാസ്റ്റ് അയണിൻ്റെയും ഇടയ്ക്ക് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ഇടയിലായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയുള്ള ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആയിരിക്കും കോമ്പാക്റ്റഡ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് ഇൻ ബിറ്റ്വീൻ ഗ്രേ ആൻഡ് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. ഇതിന് പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഈ ഒരു കോമ്പാക്റ്റഡ് കാസ്റ്റ് അയൺ ഉണ്ടായിരിക്കും. പിന്നെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഡീസൽ എഞ്ചിൻ ബ്ലോക്സും അതുപോലെ തന്നെ എക്സോസ്റ്റ് മാനിഫോൾഡ്. അപ്പോൾ ഡീസൽ എഞ്ചിൻ ബ്ലോക്സ് ഉണ്ടാക്കാനും സിലിണ്ടറിൻ്റെ ബ്ലോക്കൊക്കെ ഉണ്ടാക്കാനും അതുപോലെ നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസിന് പുറത്തുവിടുന്ന എക്സോസ്റ്റ് മാനിഫോൾഡ്, നമുക്കറിയാം ഇവിടെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള കാരണം എന്തായിരിക്കും, നമുക്ക് അങ്ങനെയുള്ള എക്സോസ്റ്റ് മാനിഫോൾഡൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെയാണ് കോമ്പാക്റ്റഡ് കാസ്റ്റ് അയൺ. ഓർക്കേണ്ട പോയിൻ്റ് പ്രൊഡക്റ്റ് ഇൻ ബിറ്റ്വീൻ ഗ്രേ ആൻഡ് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും. യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് യൂസ് ഇൻ ഡീസൽ എഞ്ചിൻ ബ്ലോക്സ് ആൻഡ് എക്സോസ്റ്റ് മാനിഫോൾഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാസ്റ്റ് അയണിനെ കുറിച്ച് നമ്മൾ ആദ്യം കാസ്റ്റ് അയൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കി, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മനസ്സിലാക്കി, ടൈപ്സ് 5 പേരുകൾ മനസ്സിലാക്കി ശേഷം നമ്മൾ ഓരോന്നും 3 പോയിൻ്റ് 2 പോയിൻ്റ് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രേ കാസ്റ്റ് അയൺ പറഞ്ഞു, രണ്ടാമത് നമ്മൾ വൈറ്റ് കാസ്റ്റ് അയൺ പഠിച്ചു, അതുപോലെ മൂന്നാമത് നമ്മൾ മാലിയബിൾ കാസ്റ്റ് അയൺ പഠിച്ചു, നാലാമത് നമ്മൾ ഡക്റ്റൈൽ അഥവാ നോഡുലർ കാസ്റ്റ് അയൺ പഠിച്ചു, ലാസ്റ്റ് നമ്മൾ കോമ്പാക്റ്റഡ് കാസ്റ്റ് അയൺ നമ്മൾ പറഞ്ഞു. മൊത്തം 5 ടൈപ്പ് കാസ്റ്റ് അയൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ട രീതിയിൽ പോയിൻറ്റ്സ് ഓർത്ത് വെക്കുക. 2 പോയിൻ്റെങ്കിലും മിനിമം ഓരോന്നിലും പഠിച്ചു വെക്കുക. അപ്പോൾ 7 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കാസ്റ്റ് അയണിനെ കുറിച്ച്, അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു മൊഡ്യൂളിൽ ഏകദേശം ടോപ്പിക്സൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. നമുക്കിനി ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.